ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്ന CRPC റീപ്ലേസ് ചെയ്യുന്ന നിയമത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ വലിയ മാറ്റങ്ങളുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ കോടതി ഉത്തരവുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പൂർണ്ണമായും പരിഷ്കരിച്ച് ഒരു ഏകീകൃത സ്വഭാവത്തിൽ കോഡിഫൈ ചെയ്തു എന്നാണ് നമുക്കതിൽ നിന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഉദാഹരണത്തിന് FIR രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ 0 FIR എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യം നടന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷേ ഈ വിക്ടിമിന് മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ ഇത് റിപ്പോർട്ട് ചെയ്താൽ 0 FIR ആയി പോലീസിന് അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയും കൺസേൺഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അതിൻ്റെ രേഖകളും മറ്റും തന്നെ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ഈ മാറ്റം. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഒരു പ്രിലിമിനറി എൻക്വയറി FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ പ്രൈമ ഫേസിയ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് ആ കാര്യത്തിൽ ഉണ്ടോ എന്ന് വേണമെങ്കിൽ പോലീസിന് പരിശോധിക്കാം. അത് കൃത്യമായും 14 ദിവസത്തെ ഒരു പ്രിലിമിനറി എൻക്വയറിക്കുള്ള ഒരു പ്രൊവിഷൻ പുതിയ നിയമത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ 3 വർഷം മുതൽ 7 വർഷം വരെ ഉള്ള കുറ്റകൃത്യങ്ങളിലാണ്, അതായത് കോഗ്നിസബിൾ ഒഫൻസ് ആയിരിക്കുകയും 7 വർഷത്തിന് താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാവുകയും ചെയ്യുന്ന കുറ്റകൃത്യത്തിലാണ് പോലീസിന് ഈ അധികാരം ലഭിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ നമ്മുടെ കോടതി വിധികളിലൂടെ പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധനയ്ക്ക് ശേഷമാണ്, ക്രെഡിബിൾ ഇൻഫർമേഷൻ ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാവൂ എന്ന് നേരത്തെ തന്നെ പോലീസിന് മാർഗനിർദ്ദേശമുണ്ട്. അതും നിയമത്തിൽ കോഡിഫൈ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ജാമ്യം എന്ന് പറയുന്ന പദം, ബെയിൽ എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിൽ നിർവചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു നിർവചനം പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പോലീസ് കസ്റ്റഡി, പോലീസിന് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാവുന്നത് പ്രതി അറസ്റ്റ് ചെയ്ത് പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ ആദ്യത്തെ 15 ദിവസമായിരുന്നു. അതിലൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് പിന്നീട് ഈ ഒഫൻസുകളുടെ സ്വഭാവത്തിനനുസരിച്ച് 40 മുതൽ 60 വരെ മറ്റുമൊക്കെ ഉള്ള ദിവസങ്ങൾക്കകം മാത്രം പോലീസിന് കസ്റ്റഡി ആവശ്യപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള അധികാരം പുതിയ നിയമം നൽകുന്നുണ്ട്. അതേസമയം അത് പ്രതിയുടെ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം പ്രതിയുടെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നും ആ പ്രൊവിഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് പ്രധാനമായും ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ആദ്യത്തെ 15 ദിവസം മാത്രമേ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകൂ എന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇതുപോലത്തെ സമാനമായ ഇതിലുള്ള IPCയിലും എവിഡൻസ് ആക്ടിലും വന്നിട്ടുള്ള പ്രധാനമായും ക്രിമിനൽ പണിഷ്മെൻറ്റുകളുടെ കാര്യത്തിൽ ശിക്ഷാ നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റത്തിന് അനുസൃതമായ നടപടിക്രമങ്ങൾ സ്വാഭാവികമായും CRPCയിൽ ആവശ്യമാണ്. നമ്മുടെ IPCയിൽ, അതായത് പുതിയ IPCയിൽ ഭാരതീയ ന്യായ സംഹിതയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായ പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്ന പ്രൊസീജിയറൽ ലോയിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സർവീസ് ഒരു പണിഷ്മെൻ്റായി പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അതിനനുസൃതമായി അത്തരം പണിഷ്മെൻറ്റുകൾ കൊടുക്കാൻ മജിസ്ട്രേറ്റുമാരെ എംപവർ ചെയ്യുന്ന ഒരു പ്രൊവിഷൻ സ്വാഭാവികമായും പുതിയ പ്രൊസീജിയറൽ ലോയിലുണ്ട്. സമാനമായ രീതിയിൽ ഇപ്പോൾ ഇലക്ട്രോണിക് എവിഡൻസസിന് പ്രാധാന്യം നൽകുന്ന തരത്തിൽ തെളിവ് നിയമവും ശിക്ഷാ നിയമവും മാറിയ സ്ഥിതിക്ക് പ്രൊസീജിയറൽ നിയമത്തിലും നടപടിക്രമത്തിലും തന്നെ ഇപ്പോൾ കോടതിക്ക് സമൻസ് പോലും ഇലക്ട്രോണിക് മീൻസിൽ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. വേറെ ചില ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ചില മാറ്റങ്ങൾ ഇതിൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു ഫാമിലി മെയിൽ മെമ്പർക്ക് സമൻസ് നൽകണം എന്ന് പറഞ്ഞിരുന്ന നിയമത്തിലെ പദപ്രയോഗം ഫാമിലിയിലെ ഒരു മെമ്പർക്ക്, അത് മെയിലോ ഫീമെയിലോ ആകാം എന്ന തരത്തിലുള്ള ഒരു മാറ്റം കാണാൻ കഴിയും. ഇതേപോലെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ പുതിയ ശിക്ഷാ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായും പ്രൊസീജിയറൽ കോഡിലും ഉണ്ടായിട്ടുണ്ട്. ഇതല്ലാതെ വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അധികമൊന്നും പ്രൊസീജിയറൽ കോഡിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു കാര്യമായ മാറ്റം എന്ന് പറയാവുന്നത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടിയും
ഇലക്ട്രോണിക് എവിഡൻസസ്, ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പോസിബിലിറ്റീസിനെ ഉപയോഗപ്പെടുത്തുകയും പോലീസ് സംവിധാനത്തെ കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആക്കുന്ന തരത്തിൽ ഒബ്ജക്റ്റീവ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന തരത്തിലാണ് ആ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ എല്ലാ പ്രോസസ്സിലും തന്നെ വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുക, മൊഴിയെടുക്കുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ചും ഈ റേപ്പ് കേസിലെ വിക്ടിംസിനും മറ്റുമൊക്കെ മൊഴിയെടുക്കുന്ന സന്ദർഭങ്ങളിലുള്ള വീഡിയോ റെക്കോർഡിംഗ് ഇപ്പോൾ തന്നെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉണ്ട്, അത് നിയമത്തിൽ കൊണ്ടുവരുന്നതാണ്. സമാനമായിട്ടുള്ള മാറ്റങ്ങൾ പൊതുവെ ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഫോറൻസിക് എക്സാമിനേഷൻ കമ്പൽസറി ആക്കുന്ന സ്വഭാവത്തിലുള്ള ചില മാറ്റങ്ങളുണ്ട്. 7 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഫോറൻസിക് എക്സാമിനേഷൻ, ഫോറൻസിക് എക്സ്പേർട്ട് സ്ഥലം പരിശോധിച്ചിരിക്കണം, കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏർലിയർ സ്റ്റേജിൽ തന്നെ സ്ഥലം പരിശോധിച്ചിരിക്കണം തുടങ്ങിയിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. ജാമ്യത്തിൻ്റെ കാര്യത്തിലും തന്നെ ഈ അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു കുറ്റകൃത്യത്തിൻ്റെ 1/3, അതിന് മാക്സിമം ലഭിക്കാവുന്ന ശിക്ഷയുടെ 1/3 ഭാഗം ശിക്ഷ അണ്ടർ ട്രയൽ പ്രിസണറായി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യം നൽകാവുന്ന തരത്തിൽ ജയിൽ സൂപ്രണ്ടിന് ഇത്തരത്തിലുള്ള പ്രതികൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകാവുന്ന തരത്തിലൊക്കെ തന്നെയുള്ള മാറ്റങ്ങൾ പുതിയ CRPC അമെൻഡ് ചെയ്തുകൊണ്ടുള്ള പരിഷ്കരിച്ചുകൊണ്ടുള്ള പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഹാബിച്വൽ ഒഫൻഡേഴ്സ്, പ്രൊക്ലൈംഡ് ഒഫൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ വിപുലപ്പെടുത്തുന്നു. അതേപോലെ കേസിൻ്റെ ഭാഗമായി പോലീസിന് ആളുകളുടെ പ്രോപ്പർട്ടി ഫോർഫീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ പറയുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ ഒരേ കുറ്റകൃത്യം ചെയ്യുന്ന ഹാബിച്വൽ ഒഫൻഡേഴ്സിൻ്റെ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില സ്ട്രിങ്ജൻ്റ് ആയിട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ആകത്തുക നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ പലതരത്തിലുള്ള ഗവൺമെൻറ് നോട്ടിഫിക്കേഷനുകളിലൂടെയും കോടതി വിധികളിലൂടെയും ഒക്കെ നമ്മുടെ നിയമ നടപടിക്രമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വരുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പരിഷ്കരണമാണ് CRPCയിൽ ഇപ്പോൾ പുതിയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ചുരുക്കി പറയാവുന്നതാണ്.